ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിയാനി കിച്ചൺ. അതുകൊണ്ട് എനിക്കൊരു അടിപൊളി മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഒരു മാങ്ങയല്ല, 2 മാങ്ങ കിട്ടിയിരുന്നു. ഒരെണ്ണം കട്ട് ചെയ്ത് കഴിച്ചു. അപ്പോൾ രണ്ടാമത്തെ മാങ്ങ കൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് അടിപൊളി ഒരു മാംഗോ ഷേക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന്. ഇത് ഇമാം പസന്ത് മാങ്ങയാണ്. ഇതിന് ഹിമാ പസന്തും പറയാറുണ്ട്, പിന്നെ ഹിമായത് മാംഗോ എന്നൊക്കെ പറയാറുണ്ട്. നല്ല ടേസ്റ്റും നല്ല മധുരമുള്ളൊരു അടിപൊളി മാങ്ങയാണ്. നല്ല മണമുണ്ട് ഇതിന്. ഈ മാങ്ങ ആന്ധ്ര, തമിഴ്നാട്, ട്രിച്ചി എന്നീ സ്ഥലങ്ങളിലാണ് കൂടുതലും കൃഷി ചെയ്തു വരുന്നത്. അടിപൊളി മാങ്ങ കൊണ്ടൊരു നല്ലൊരു അടിപൊളി മാംഗോ ഷേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിത് കട്ട് ചെയ്ത് എല്ലാം ഒരു ബ്ലെൻഡറിലിട്ട് നമുക്ക് അരച്ച് കൊണ്ടുവരണം. എന്ത് ഭംഗിയല്ലേ! നമ്മുടെ മാങ്ങ കട്ട് ചെയ്ത് ബ്ലെൻഡറിലിട്ടിട്ടുണ്ട്. കുറച്ച് പീസസ് ഞാനിവിടെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. ഇത് ബ്ലെൻഡ് ചെയ്യുന്നില്ല, ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങയ്ക്ക് ഓൾറെഡി നല്ല മധുരമുണ്ട്. അപ്പോൾ ഒരു സ്പൂൺ വല്ലതും കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും. അത്രയും മതി. അടുത്ത നമുക്കിതിലേക്ക് ഗ്രീക്ക് യോഗേർട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊരു 100 ഗ്രാം ഉണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഗ്രീക്ക് യോഗേർട്ട് നമുക്ക് വീട്ടിലും തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഒരു ദിവസം അതിൻ്റെ വീഡിയോ ചെയ്യാമേ. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. നമ്മുടെ മാങ്ങയൊക്കെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് കുറച്ച് മാങ്ങ പീസസ് ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കുറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മാംഗോ ഷേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമുക്ക് കുറച്ചും കൂടെ മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമുക്ക് ഇതിൻ്റെ മുകളിൽ മാങ്ങ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ക്രഷ് ചെയ്തത് വെച്ച് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് കുങ്കുമപ്പൂവിൻ്റെ പെറ്റൽസ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി മാംഗോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കുടിക്കാം. അപ്പോൾ സിമ്പിളല്ലേ, നല്ല അടിപൊളി മാംഗോ ഷേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി നമുക്ക് മിയാനി കിച്ചണിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.